ആ ഒരു വലിയ ഇമേജിന് സ്വാഭാവികമായിട്ട് ഇളക്കം തട്ടിയിട്ടുണ്ട്. അവർ ബി.ജെ.പി എത്രത്തോളം അത് അല്ല എന്ന് പറഞ്ഞാൽ പോലും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു പേരില്ല. അല്ലെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് മന്ത്രിമാരുണ്ടെങ്കിൽ പോലും മോദിയെ റീപ്ലേസ് ചെയ്യാൻ മോദിക്ക് മോദി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ബി.ജെ.പിയിലുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനകത്തായാലും നമ്മൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിനകത്തുള്ള എല്ലാത്തിനകത്ത് കോവിഡ് ഫോട്ടോ മുതൽ പെട്രോൾ പമ്പിൻ്റെ ഉണ്ട്, GST കുറച്ചതിനകത്തുണ്ട്, എല്ലായിടവും ഉണ്ട് മോദി. അപ്പം മോദി എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ ഒരു വലിയ സെല്ലിംഗ് പോയിൻ്റാണ്. അവർ വലിയ രീതിയിൽ അതിനെ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് മോദി ഹിന്ദുത്വയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ അയോധ്യ അമ്പലം തുറക്കുമ്പോഴായാലും തന്നെ എല്ലായിടവും മോദിയാണ്. ഇതേപോലെ തന്നെ ലോക നേതാവായിട്ട്, വിശ്വഗുരുവായിട്ടൊക്കെ അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇൻഡോ അമേരിക്കൻ ടെൻഷൻസ് വരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്ത് ഹിന്ദുത്വ പൊളിറ്റിക്സ് കുറച്ചൊരു സ്പെൻഡ് ഫോഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദുത്വ പൊളിറ്റിക്സ് അതൊരു ഇച്ചിരി ഓവർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും സ്വാഭാവികമായിട്ടും ബീഹാറിലെ ഇലക്ഷനകത്ത് അവിടുത്തെ ഇപ്പോൾ സ്പെഷ്യൽ ഈ ഇലക്ട്രൽ റോൾ റിവിഷനകത്ത് മുസ്ലിങ്ങൾ കടന്നുകൂടി, ബംഗ്ലാദേശികൾ തുടങ്ങിയിട്ടുള്ള ലോക്കലി മുസ്ലിം വിരുദ്ധതയൊക്കെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ അവർ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കും എന്നുള്ളതിനകത്ത് യാതൊരു വിധമായ സംശയമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ഒരു നേതാവല്ല, അവിടെ കോൺഗ്രസിന് വലിയ സീറ്റൊന്നും ഇല്ല, അതൊക്കെ സത്യമാണ്. പക്ഷേ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു മാസ് ക്യാമ്പയിൻ, ആ മാസ് ക്യാമ്പയിന് നമ്മൾ കണ്ടതാണ്. അതൊരു ഗ്രാമങ്ങളിലൊക്കെ തന്നെ വലിയൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട്, വലിയൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിതീഷ് കുമാറിന് എതിരെയായിട്ടുള്ള അപ്പോൾ ഒരു പോരാട്ടത്തിന് വലിയ ബിൽഡപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം വളരെ ശക്തിയേറിയതാണെന്നാണ്. ഈ ഷാബു, അവിടെ ബീഹാറിന്റെ സവിശേഷത നമുക്കറിയാം. നിതീഷ് കുമാറിന്റെ സ്വാധീനമുള്ള സ്ഥലം BJP അലയൻസ് ഉണ്ടാക്കുന്നു, ചേർന്ന് പോകുന്നു. കഴിഞ്ഞ തവണ 115 ആയ സീറ്റാണ് JDU ഉണ്ടായിരുന്നത്. ഇത്തവണ JDUവിന് 101, BJPക്ക് 101 എന്ന് വെച്ചാൽ പതിയെ അതിൻ്റെ അകലം കുറയ്ക്കുന്നു. ഇപ്പോൾ സമാസമമാകുന്നു. അടുത്ത തവണ നേരെ തിരിയും എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ BJP നേരത്തെ നിതീഷ് കുമാറാണ് നേതാവ്, നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി, ഇനി നമ്പർ കുറഞ്ഞാലും നിതീഷ് മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ. ആ സമീപനം മാറി എന്നാണോ കാണുന്നത്? എന്ന് വെച്ചാൽ BJP തന്നെ കീ പ്ലെയർ, ജയിച്ചാലും അതിൻ്റെ അവകാശം ഞങ്ങൾക്ക്, തോറ്റാലും ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാം, ഇനിയിപ്പോൾ CM കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നതിൽ പോലും ഞങ്ങളുടെ സ്റ്റേക്ക് പ്രധാനമാണ് ഇനിയും എന്ന നിലയ്ക്ക് BJPയുടെ റോൾ അവിടെ ഒന്ന് മാറുകയും അവരതിൻ്റെ ഒരു എഡ്ജിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? എന്തായാലും BJPക്ക് വളരെ നല്ല വളർച്ച ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നിതീഷ് കുമാറിന്റെ ഒരു അവസാന ഇലക്ഷനാണ് ഇത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കത് ആഗ്രഹിക്കാമല്ലോ, അങ്ങനെ പ്രവർത്തിക്കാമല്ലോ. നൗഷാദിന് ഇവിടെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്? BJP സഖ്യകക്ഷികളുടെ കൂടെ നിൽക്കുന്നു, അങ്ങനെ സഖ്യകക്ഷികൾ കൊണ്ട് അവിടെ നിന്ന് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു, അങ്ങനെ വളരുന്നു, അവർ പിന്നീട് ആ സംസ്ഥാനത്ത് വലിയ വളർച്ച നേടുന്നു. ഇതൊക്കെയല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെയല്ലേ? ഇനി ഇവിടെ നടന്നത് എന്താണ്? മഹാരാഷ്ട്രയിൽ നടന്നത് എന്താണ് ശരിക്ക്? BJPയും ഇവരും ശിവസേനയും ഒരുമിച്ച് ഇലക്ഷനിൽ മത്സരിച്ചു. BJP അവിടെ വലിയ കക്ഷിയായി, ഇവർ രണ്ടാമതായി. അപ്പോൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഖ്യത്തിൽ നിന്ന് പിണങ്ങി അവർ